ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ പുതിയ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണക്ക് നോക്കാം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: എ 100 rupee note was changed to 10 and 20 rupee notes. 7 notes in all. How many of each? അതായത് ഒരു 100 രൂപ ചില്ലറ മാറിയപ്പോൾ 20 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകളാണ് ലഭിച്ചത്. 20 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകളാണ് ലഭിച്ചത്. ആകെ 7 നോട്ടുകൾ ഉണ്ടെങ്കിൽ ഓരോന്നും എത്ര വീതം ഉണ്ടാകും എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു 100 രൂപ നോട്ട് ചില്ലറ മാറിയപ്പോൾ എന്ത് കിട്ടി? കുറെ 20 രൂപയുടെയും 10 രൂപയുടെയും നോട്ട് കിട്ടി. 20 രൂപയുടെയും 10 രൂപയുടെയും നോട്ട് കിട്ടി. ആകെ എത്ര നോട്ടുണ്ടെന്നാണ് പറയുന്നത്? 7 നോട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആകെ 7 നോട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഓൾജിബ്രായിക് മെത്തേഡിൽ ചെയ്യുമ്പോൾ 20 രൂപയുടെ നോട്ട് 20 റുപ്പി നോട്ട് എങ്ങനെ എടുത്താൽ? എക്സ് എന്നെടുത്താൽ. അപ്പോൾ ലെറ്റ് 20 റുപ്പി നോട്ട്സ് ബി എക്സ്. അതെ, അതായത് 20 രൂപയുടെ നോട്ട് എക്സ് എന്നെടുത്താൽ 10 രൂപയുടെ നോട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ 10 റുപ്പി നോട്ട്സ്, നമ്പർ ഓഫ് 10 റുപ്പി നോട്ട്സ് ബി എത്രയായിരിക്കും? 7 മൈനസ് എക്സ് ആയിരിക്കും. എത്രയായിരിക്കും? 7 മൈനസ് എക്സ് ആയിരിക്കും. അതായത് 20 രൂപയുടെ നോട്ട് എക്സ് എന്നെടുത്താൽ, 20 രൂപയുടെ നോട്ടുകളുടെ എണ്ണം എക്സ് എന്നെടുത്താൽ 10 രൂപയുടെ നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താണ്? ആകെ 7 നോട്ടുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ 7 മൈനസ് എക്സ്. അപ്പോൾ ഈ 10 രൂപയുടെയും 20 രൂപയുടെയും 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകൾ ആകെ ചേരുമ്പോൾ എത്ര രൂപയാകുന്നു? 100 രൂപയാകുന്നു അല്ലെ? എത്ര രൂപയാകുന്നു? 100 രൂപയാകുന്നു. അപ്പോൾ നമുക്ക് ഈ എണ്ണം മാത്രം പോരാ, എന്ത് വേണം? അതിന്റെ വാല്യൂ കൂടി ചേർത്ത് എഴുതേണ്ടി വരും. അതായത് 20 രൂപ നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ആണ്. അതായത് എക്സ് 20 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്ര രൂപയാകും? 20 എക്സ് രൂപയാകും. ശരിയല്ലേ? ശരിയല്ലേ? അതായത് 5 20 രൂപ നോട്ടുകൾ ചേർന്നാൽ എത്ര രൂപയാകുന്നു? 5 ഗുണം 20 100 രൂപയാണ് ആകുന്നത് അല്ലേ? അപ്പോൾ 2 20 രൂപ നോട്ട് ചേർന്നാലോ? 2 ഗുണം 20 40 രൂപയാണ് ആകുന്നത്. അതുപോലെ എക്സ് എണ്ണം 20 രൂപ നോട്ടുകൾ ചേർന്നാൽ അത് എത്ര രൂപയാകും? 20 എക്സ് രൂപയാകും. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 20 എക്സ് അധികം, അതായത് 20 രൂപ നോട്ടുകളുടെ എണ്ണം അധികം എന്താണ്? 10 രൂപ നോട്ടുകളുടെ എണ്ണം. അതായത് എത്രയാണ്? 10 × 7 മൈനസ് എക്സ്. 10 × 7 മൈനസ് എക്സ്. അതായത് 20 എക്സ് അധികം 10 × 7 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എത്ര രൂപയാണ് ആകുന്നത്? 100 രൂപ. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? 20 എക്സ് പ്ലസ് 10 × 7 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 100. നമ്മൾ എന്ത് ചെയ്യണം? ഈ 20 എക്സ് അധികം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? അതായത് 10 കൊണ്ട് 7നെയും മൈനസ് എക്സിനെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? 10 കൊണ്ട് 7നെയും മൈനസ് എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 എക്സ് അധികം 10 × 7 70 ആണ്. 10 × 7 70 ആണ്. ദെൻ 10 × എക്സ്, അപ്പൊ മൈനസ് 10 × എക്സ്. 10 × 70 മൈനസ് 10 × എക്സ് 10x is equal to 100 സമം 100. ശരിയല്ലേ? ഇനി 20x 10x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? വേരിയബിൾ ഉള്ളവയെ മാത്രം എന്ത് ചെയ്യുക? ഒരുമിച്ച് ക്രിയ ചെയ്യുക. വേരിയബിൾ ഉൾപ്പെട്ടിട്ടുള്ള ടേമുകളെ ഒരുമിച്ച് ക്രിയ ചെയ്യുക. അങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ശരിയല്ലേ? അതായത് 20x മൈനസ് 10x, 20x മൈനസ് 10x അധികം 70. 20x മൈനസ് 10x പ്ലസ് 70 is equal to 100. ശരിയല്ലേ? ശരിയാണോ? ശരിയാണ് അല്ലേ? അപ്പൊ 20 മൈനസ് 10x എത്രയാണ്? 10x ആണ്. 20x നിന്നും 10x കുറച്ചാൽ 10x. 10x അധികം 70 സമം എത്രയാണ്? 100. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് മെത്തേഡ് ചെയ്യാം അല്ലേ? അതായത് ഇവിടെ കൂട്ടിയിരിക്കുന്നത് അപ്പുറത്ത് കൊണ്ടുപോയി കുറയ്ക്കുക. അതായത് ഇവിടെ RHS കൊണ്ടുപോയി കുറയ്ക്കുക. അതായത് 100ൽ നിന്നും കുറയ്ക്കുക. അതായത് 10xന്റെ വാല്യൂ എന്ന് പറയുന്നത് 100ൽ നിന്നും 70 കുറയ്ക്കുന്നതിന് തുല്യമായിരിക്കും. ശരിയല്ലേ? അതായത് 10xന്റെ വാല്യൂവും 70ന്റെ വാല്യൂവും കൂടി കൂട്ടുമ്പോൾ 100 കിട്ടുന്നുവെങ്കിൽ 10xന്റെ വാല്യൂ എന്ന് പറയുന്നത് 100ൽ നിന്നും 70 കുറയ്ക്കുന്നതായിരിക്കും. ആണല്ലോ? അപ്പോൾ 10x സമം 100 മൈനസ് 70 എത്രയാണ്? ആൻസർ 30 ആണ്. എത്രയാണ്?
30. ദെൻ 10x വാല്യൂ എത്ര കിട്ടി? 30 എന്ന് കിട്ടി. 10x ഈസ് ഈക്വൽ ടു 30. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിനോടൊപ്പം 10 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 30 നിന്നും 30നോട് എന്ത് ഡിവൈഡ് ചെയ്യുക? 10 ഡിവൈഡ് ചെയ്യുക. 30 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ശരിയാണല്ലോ. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ 20 രൂപ നോട്ടുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അപ്പോ നമ്പർ ഓഫ് 20 rupee notes is equal to 3. Then number of 10 rupee notes എത്രയായിരിക്കും? 7 minus x അല്ലേ? അപ്പോൾ 7 minus 3 that is equal to 4. ആകെ 7 നോട്ട് ഉണ്ടായിരുന്നു. 3 എണ്ണം 20 രൂപയാണെങ്കിൽ ബാക്കി 4 എണ്ണം എന്തായാലും 10 രൂപ നോട്ടുകളായിരിക്കും. അതായത് 4 10 രൂപ നോട്ടുകളും 3 20 രൂപ നോട്ടുകളുമാണ് ഇവിടെ എന്ത് ചെയ്തപ്പോൾ കിട്ടിയത്? 100 രൂപയുടെ ചില്ലറ മാറിയപ്പോൾ കിട്ടിയത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണോ നോക്കണ്ടേ? ശരിയാണോ നോക്കാം. എന്ത് ചെയ്യുക? ഈ എക്സിന്റെ വില എവിടെ കൊടുത്താൽ മതി? ഈ രണ്ട് ഇക്വേഷനിലും കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ഈ രണ്ട് 20 രൂപ നോട്ടിന്റെ എണ്ണത്തിലും 10 രൂപ നോട്ടിന്റെ എണ്ണത്തിലും കൊടുത്താൽ പോരെ. അതായത് 20 ഇൻറ്റു എക്സിന്റെ വില 3 ആണ്. 3 പ്ലസ് എത്രയാണ്? 10 ഇൻറ്റു എത്രയാണ്? 7 മൈനസ് 3. 10 ഇൻറ്റു 7 മൈനസ് 3 ആഡ് ചെയ്യുമ്പോൾ 20 ഇൻറ്റു 3 60 ആണല്ലേ? ശരിയല്ലേ? 60 അല്ലേ? ദെൻ 10 ഇൻറ്റു 7 മൈനസ് 3 പ്ലസ് 10 ഇൻറ്റു 7 മൈനസ് 3 4 ആണ്. 10 ഇൻറ്റു 4 40 ആയിരിക്കും. 60 അധികം 40 100 കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത രീതി ശരിയാണല്ലോ. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് 20x എന്നും 10 ഇൻറ്റു 7 മൈനസ് x എന്നും എടുത്തത്? കാരണം ഇത് രൂപയുടെ കണക്കാണ് അല്ലേ? എത്രയാണ്? രൂപയുടെ കണക്കാണ്. അതുകൊണ്ടാണ് എന്ത് എടുത്തത്? അതിന്റെ വാല്യൂ കൂടി ചേർത്ത്, നോട്ടിന്റെ വില കൂടി ചേർത്ത് ഇവിടെ എടുത്തത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഒന്ന് നോക്കിക്കേ ഈ കണക്ക്. അതായത് 20 രൂപ നോട്ടിന്റെ എണ്ണം x എന്ന് എടുത്താൽ 10 രൂപ നോട്ടുകളുടെ എണ്ണം 7 മൈനസ് x ആയിരിക്കും. കാരണം 10ന്റെയും 20ന്റെയും നോട്ടുകളുടെ എണ്ണം എത്രയായിരുന്നു? 7 ആയിരുന്നു. അതുകൊണ്ട് 10ന്റെ നോട്ട് 7 മൈനസ് x ആയിരിക്കും. സോ ഇനി നമ്മുടെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഫൈനൽ ഇക്വേഷൻ 10x പ്ലസ് 7 is equal to 100 എന്ന് കിട്ടും. ഇതിലൊന്നും സംശയമില്ലല്ലോ. ഈ സ്റ്റെപ്പിലൊന്നും യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ അവസാനത്തെ ഇക്വേഷൻ എന്താണ്? 10x പ്ലസ് 7 is equal to 100 എന്നാണ്. അങ്ങനെയാണെങ്കിൽ 10xന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 മൈനസ് 70 സമം 30 ആയിരിക്കും. 10x 30 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 30 ബൈ 10 3 ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ശരിയാണോ ചെക്ക് ചെയ്തപ്പോൾ എന്താണ് ആൻസർ? ശരിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു കണക്കിലേക്ക് പോവാം. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്: ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80 meters and its length is 1 meter more than twice the breadth. What are its length and breadth? അല്ലേ? അതായത് the perimeter of a rectangle is 80 meters. അതായത് ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ്? 80 ആണ്. ഒരു റെക്ടാംഗിളിന്റെ ചുറ്റളവ് 80 ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ 1 meter more than twice the breadth. അതിന്റെ ലെങ്ത് ബ്രെഡ്ത്തിന്റെ ഇരട്ടിയോടുകൂടി ഒന്ന് കൂട്ടുന്നതാണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിന്റെ ഇരട്ടിയോടുകൂടി ഒന്ന് കൂട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇവിടെ ബ്രെഡ്ത്തിന്റെ ഇരട്ടിയോടുകൂടി ഒന്ന് കൂട്ടുന്നതാണ് ലെങ്ത്. അപ്പൊ നമുക്ക് ഏത് അളവ് x എന്ന് എടുക്കാം? ബ്രെഡ്ത്ത് x എന്ന് എടുക്കാം അല്ലേ? ശരിയല്ലേ? അപ്പോൾ ലെറ്റ് x be the breadth അല്ലേ? x be the breadth. അതായത് വീതി x ആയി എടുത്താൽ ലെങ്ത് എങ്ങനെയായിരിക്കും? ലെങ്ത് is equal to, അതായത് വീതി x എന്ന് എടുത്താൽ നീളം സമം എത്രയായിരിക്കും? ഇവിടെ ബ്രെഡ്ത്തിന്റെ ഇരട്ടിയോടുകൂടി ഒന്ന് കൂട്ടുന്നതാണ്. ബ്രെഡ്ത്തിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഡബിൾ. ട്വൈസ് എന്ന് വെച്ചാൽ എത്രയാ? 2x 2 into x. ശരിയല്ലേ? ഒരു നമ്പറിന്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into x 2x. അതിനോടൊപ്പം ഒന്ന് കൂട്ടുന്നതായിരിക്കും ലെങ്ത് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത്. ആണല്ലോ. ദെൻ പെരിമീറ്റർ ചുറ്റളവ് is equal to എത്രയാണ്? പെരിമീറ്റർ is equal to ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് 80 ആണ്. അതായത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു കണക്കിൽ കണ്ടതാണ്. എങ്ങനെയാണ്? 2 into l plus b എന്നായിരിക്കും. അതായത് അതിന്റെ നീളവും വീതിയും കൂടി കൂട്ടുന്നതിന്റെ
ഇരട്ടിയായിരിക്കും എന്ത് പെരിമീറ്റർ. നീളവും വീതിയും കൂടി കൂട്ടുന്നതിന് ഇരട്ടിയായിരിക്കും പെരിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററിന്റെ പകുതി എന്തായിരിക്കും ഇവിടെ? പെരിമീറ്ററിന്റെ പകുതി, ഹാഫ് ഓഫ് ദ പെരിമീറ്റർ എന്തായിരിക്കും? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആയിരിക്കും. നീളവും വീതിയും കൂടി കൂട്ടുന്നതായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഹാഫ് ഓഫ് പെരിമീറ്റർ, ഹാഫ് ഓഫ് പെരിമീറ്റർ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 2 × L + B എന്ന ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്ത് നമുക്കിവിടെ ചെയ്യാം. പക്ഷെ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. സോ ഹാഫ് ഓഫ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 80/2 = 40 ആയിരിക്കും. 80/2 = 40 ആയിരിക്കും എന്ത്? പെരിമീറ്ററിന്റെ ഹാഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ L + B = ഇവിടെ എത്രയാണ്? 40 ആണ്. L + B = 40 ആണ്. നമ്മുടെ ഇക്വേഷനിൽ L എന്താണ്? 2x + 1 ആണ്. 2x + 1 പ്ലസ് ബ്രെഡ്ത്ത് x ആണല്ലോ. x = 40. ശരിയല്ലേ? 2x + 1 + x = 40. അങ്ങനെയാണെങ്കിൽ 2x + x 3x ആണ്. 3x + 1 3x + 1 സമം എത്രയായിരിക്കും? 3x + 1 40 ആയിരിക്കും. then 3x ന്റെ വാല്യൂ എത്രയായിരിക്കും ഇവിടെ? 40 - 1 40 - 1 അതായത് 3x = 39. ശരിയല്ലേ? ഇക്വേഷൻ വന്ന രീതി കണ്ടോ? 3x = 39. then അങ്ങനെയാണെങ്കിൽ therefore x = what? 39 divided by 3. 39 divided by 3. 39നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 13 എന്ന് കിട്ടും അല്ലേ? എത്രയാണ്? 13. ശരിയല്ലേ? ശരിയല്ലേ? 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3, 13 എന്ന് കിട്ടും. ഈ 13 എന്താണ്? x ന്റെ വിലയാണ്. ഇവിടെ x എന്താണ്? റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ സോ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ചതുരത്തിന്റെ വീതി സമം എത്രയായിരിക്കും? 13 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നീളമോ? നീളം ലെങ്ത് ഇസ് ഈക്വൽ ടു 2 × x എന്ന് പറഞ്ഞാൽ 13 ആണ്. 2 × 13 അധികം 1. 2 × 13 എത്രയാണ്? 26 ആണ്. 26ഉം 1ഉം 27. ശരിയല്ലേ? അപ്പോ ലെങ്ത് കിട്ടി, ബ്രെഡ്ത്ത് കിട്ടി. ചെയ്തത് ശരിയാണോ? എങ്ങനെ ചെക്ക് ചെയ്യും? ഇതേ അളവുകൾ ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കുക? പെരിമീറ്റർ കണ്ടുപിടിക്കുക. 80 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ? അതായത് L + B × 2 13 + 27 അല്ലെങ്കിൽ B + L × 2 ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 13 + 27 അല്ലെ? നീളം അധികം വീതി അല്ലെങ്കിൽ വീതി അധികം നീളം എന്തായാലും ഗുണം 2. അപ്പോൾ 27 + 13 = 40 ആണ്. 40 അല്ലേ? 40 × 2 80 ആയിരിക്കും. 40 ഇരട്ടി 80 ആയിരിക്കും. നമ്മുടെ പെരിമീറ്റർ 80 അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത രീതി ശരിയാണല്ലോ. അപ്പോൾ ഈ കണക്ക് ഇങ്ങനെയാണ് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റി ആണ്. അതെന്ത് ചെയ്യുക? ഇങ്ങനെ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ മെയിൻ ആക്ടിവിറ്റീസിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന ആക്ടിവിറ്റീസ് മാത്രമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കിയുള്ളത് എന്തായിരിക്കും? ഹോംവർക്ക് ആയിരിക്കും. അതെന്ത് ചെയ്യുക? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് പഠിക്കുക. ദെൻ നമുക്ക് കുറച്ചുകൂടി മറ്റൊരു കണക്കിലേക്ക് പോകാം. From a point on a line, another line is to be drawn such that the angle on one side is 50 degree more than the angle on the other side. How much is the smaller angle? അതായത് എന്താണ്? ഒരു വരയിലെ ഒരു പോയിന്റിലേക്ക് മറ്റൊരു വര വരയ്ക്കുമ്പോൾ, ഒരു വരയിലെ ഒരു പോയിന്റിലേക്ക് മറ്റൊരു വര വരയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആംഗിളിന്റെ അളവിനേക്കാൾ 50 കൂടുതലാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആംഗിളിന്റെ അളവിനേക്കാൾ 50 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമാണെന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കോ, ഒരു വരയിലെ ഒരു പോയിന്റിലേക്ക് മറ്റൊരു വര വന്ന് ചേരുമ്പോൾ, അവിടുത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ ആംഗിളിനേക്കാൾ, രണ്ടാമത്തെ ആംഗിളിനേക്കാൾ എന്താണ്? 50 കൂടുതലായിരിക്കും. അതായത് ഇവിടെ പറയുന്നത് ചെറിയ ആംഗിളിന്റെ അളവാണോ വലിയ ആംഗിളിന്റെ അളവാണോ?
വലിയ ആംഗിളിന്റെ അളവാണ് അല്ലേ. അതായത് 50 കൂടുതലായിരിക്കും, +50 ആയിരിക്കും. അപ്പോൾ ചെറിയ ആംഗിളിന്റെ അളവ് നമുക്ക് അറിയില്ല. അപ്പോൾ ചെറിയ ആംഗിളിന്റെ അളവ് എന്തെന്ന് എടുക്കുക? എക്സ് എന്നോ പി എന്നോ ക്യൂ എന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം എടുക്കുക. സോ എക്സ് എടുത്താൽ ഒരു ആംഗിൾ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ ആംഗിൾ എന്തായിരിക്കും? എക്സ് അധികം 50 ആയിരിക്കും. ശരിയല്ലേ? ഒരു ആംഗിൾ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ ആംഗിൾ എക്സ് അധികം 50 ആയിരിക്കും. ശരിയാണല്ലോ. ദെൻ ഈ ഒരു ചിത്രം നോക്ക്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു ചിത്രം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വർഷം പിറകിലേക്ക് പോ. നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് പോ. 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഓർമ്മയുണ്ടായിരിക്കും, ആഡിങ് ആംഗിൾസ് അല്ലേ, കോണുകൾ ചേരുമ്പോൾ. അതിലാണ് നമ്മൾ ഇതുപോലെ ചിത്രം കണ്ടിട്ടുള്ളത് അല്ലേടെ? ശരിയല്ലേ? അതിൽ നമ്മൾ രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ എന്നൊരു സാധനം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്തത്? ഈ ഒരു ചിത്രം കണ്ടത്. എന്തായിരുന്നു രേഖീയ ജോഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് പറയുന്നത്? ഒരു വരയിലേക്ക് മറ്റൊരു വര വന്ന് ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഒരു വരയിലേക്ക് മറ്റൊരു വര വന്ന് ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും എന്നല്ലേ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടുന്നു എന്ന് എഴുതാം അല്ലേ. ശരിയല്ലേ? അപ്പോൾ എങ്ങനെ എഴുതുക? ഒരു കോൺ x ഡിഗ്രി ആയാൽ let one angle be x degree then the another angle is താഴെ എഴുതുക. another angle is എന്തായിരിക്കും? another angle is x plus 50 ആയിരിക്കും. ശരിയാണല്ലോ. അപ്പോൾ then അടുത്ത താഴെ എഴുതാം. രണ്ട് കോണുകളുടെയും തുക sum of the two angles is equal to എത്രയാണ്? 180 ഡിഗ്രി എന്ന് എഴുതാം. sum of the two angles is equal to 180 ഡിഗ്രി എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ കൊടുക്കാം. ഇക്വേഷൻ കൊടുക്കുമ്പോൾ x plus x plus 50 is equal to 180. x അധികം 50 സമം 180. ഈ x കൂടെ കൂട്ടാൻ അല്ലേ, ഒരേ വേരിയബിൾ അല്ലേ. അപ്പോൾ x അധികം x 2x ആയിരിക്കും. 2x അധികം 50 സമം എത്ര? 180 ഡിഗ്രി ആയിരിക്കും. 2x അധികം 50 സമം 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2x ന്റെ വാല്യൂ എത്രയാണ്? 2x സമം 180 മൈനസ് 50. 2x സമം 180 മൈനസ് 50. therefore x is equal to അതായത് ചെറിയ കോണിന്റെ അളവ് x is equal to എത്രയായിരിക്കും? 130 ഡിഗ്രി. 180 നിന്നും 50 കുറച്ചാൽ 130 ഡിഗ്രി ആയിരിക്കും അല്ലേ. x അല്ല 2x is equal to 130 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ therefore x is equal to 130 divided by 2. ശരിയല്ലേ? 130 divided by 2 എത്രയാണ്? 13ന്റെ പകുതി എത്രയാണ്? 13ന്റെ പകുതി 6.5 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 130ന്റെ പകുതി എത്രയായിരിക്കും? 65 ആയിരിക്കും. 65 ഡിഗ്രി. അപ്പോൾ ഒരു കോൺ 65 ഡിഗ്രി ആയാൽ മറ്റേ കോൺ എത്രയായിരിക്കും? 180 മൈനസ് 65 എത്ര കിട്ടും? 135 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. 135 ഡിഗ്രി അല്ല, 115 ഡിഗ്രി എന്ന് കിട്ടും. 180 മൈനസ് 65 115 ഡിഗ്രി എന്ന് കിട്ടും. ഈ 115 എന്ന് പറയുന്നത് 65നേക്കാൾ 50 കൂടുതലല്ലേ? ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കണക്ക് ചെയ്യേണ്ടത്. അതായത് ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ഒരു ലൈനിലേക്ക് മറ്റൊരു ലൈൻ വരച്ചപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആംഗിളിനേക്കാൾ 50 കൂടുതലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളിന്റെയും മെഷർമെന്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഫിഗർ വരച്ചു നോക്കി. ഫിഗർ വരച്ചു നമുക്ക് മനസ്സിലായി എന്താണ് അത്? ലീനിയർ പെയർ ആണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ ലീനിയർ പെയർ ഉപയോഗിച്ച് എന്ത് ചെയ്തു? നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു. 2x + 50 എന്നുള്ളൊരു ഫൈനൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് സോൾവ് ചെയ്ത് x ന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? 65 ഡിഗ്രി എന്ന് കിട്ടി. എത്ര കിട്ടി? 65 ഡിഗ്രി എന്ന് കിട്ടി. ശരിയല്ലേ? ഒന്ന് നോക്കിക്കേ. ശരി, അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: the sum of 3 consecutive natural numbers is 36. What are the numbers? അല്ലേ? the sum of 3 consecutive natural numbers is 36. What are the numbers? അതായത് അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ. ശരിയല്ലേ? അതെ, നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള
മൂന്ന് നിസർഗ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 36 ആണെങ്കിൽ, എത്രയാണെങ്കിൽ 36 ആണെങ്കിൽ എന്ത് ചെയ്യുക, സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളുടെ തുക, അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 1 വീതം കൂടി പോകുന്ന നമ്പറുകളാണ്. എത്രയാണ്? 1 വീതം കൂടി പോകുന്ന നമ്പറുകളാണ്. അതായത് അടുത്തടുത്തുള്ള 2 എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സംഖ്യയേക്കാൾ 1 കൂടുതലായിരിക്കും അടുത്ത എണ്ണൽ സംഖ്യ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എണ്ണൽ സംഖ്യക്ക്, അപ്പൊ എണ്ണൽ സംഖ്യ x എന്നെടുത്താൽ, ആദ്യത്തെ എണ്ണൽ സംഖ്യയെ x എന്നെടുത്താൽ let x be the first natural number, അല്ലെ? ഒന്നാമത്തെ എണ്ണൽ സംഖ്യ x എന്നെടുത്താൽ, ആദ്യത്തെ എണ്ണൽ സംഖ്യ x എന്നെടുത്താൽ രണ്ടാമത്തെ എണ്ണൽ സംഖ്യ എന്തായിരിക്കും? രണ്ടാമത്തെ എണ്ണൽ സംഖ്യ സെക്കൻഡ് നാച്ചുറൽ നമ്പർ is equal to x plus 1, അല്ലെ? then the third natural number among the 3 consecutive natural number is x plus 2 ആണല്ലോ, ശരിയല്ലേ? തെറ്റുണ്ടോ പറഞ്ഞില്ലേ? അതായത് x plus 1, ഒന്നാമത്തത് x ആണ്, രണ്ടാമത്തെ അതിനേക്കാൾ 1 കൂടുതലായിരിക്കും, മൂന്നാമത്തേതിനോ ഒന്നാമത്തേതിനേക്കാൾ 2 കൂടുതലായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ രണ്ടാമത്തേതിനേക്കാൾ 1 കൂടുതലായിരിക്കും. x plus 1 plus 1 എന്ന് വരും. x plus 1 plus 1 എന്താണ്? x plus 2 അല്ലേ? then അവയുടെ സം എത്രയാണ്? 36 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് then the sum is equal to 36. അപ്പോൾ താഴെ എഴുതാം, എങ്ങനെ എഴുതാം? x അധികം x plus 1 അധികം x plus 2 സമം 36, ശരിയല്ലേ? x അധികം x plus 1 അധികം x plus 2 സമം 36. then എന്ത് ചെയ്യുന്നു? നമ്മൾ x എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുന്നു. അതായത് x അധികം x plus 1 plus 2, ശരിയാണല്ലോ, ഈസ് ഈക്വൽ ടു 36. ഈ 3 x കൂട്ടിയാൽ, ഒരേ ലെറ്റർ കൂട്ടിയാൽ എത്ര പ്രാവശ്യം കൂട്ടുന്നു അതുകൊണ്ട് ഗുണിച്ചെഴുതുക, അല്ലേ? അതായത് 3 പ്രാവശ്യം കൂട്ടിയാൽ 3 കൊണ്ട് ഗുണിച്ചെഴുതുക. 3 × x ആയിരിക്കും, 3x ആയിരിക്കും. x അധികം x 3x പ്ലസ് 1 plus 2 എത്രയാണ്? 3 ആണ്. 1 plus 2 എത്രയാണ്? 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 36 എന്ന് കിട്ടും. ഇവിടെ നിന്നും 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ നിന്നും 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് രീതിയാണ്? ഇൻവേഴ്സ് മെത്തേഡ് ആണ്, അല്ലേ? അതായത് 3x എന്ന് പറയുന്നത് 36 ഭാഗം 36 മൈനസ് 3 ആയിരിക്കും. 36 മൈനസ് 3 ആയിരിക്കും. then എത്രയാണത്? 33 ആണ്. 3x വാല്യൂ 33 ആണെങ്കിൽ x വാല്യൂ എത്രയായിരിക്കും? 33 ഭാഗം 3. എന്തുകൊണ്ടാണ് ഭാഗം 3? കാരണം ഇവിടെ 3x നോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. then x വാല്യൂ എത്രയാണ്? 11 ആണ്. x വാല്യൂ എത്രയാണ്? 11 ആണ്. അപ്പൊ x വാല്യൂ 11 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏതാണ്? 11 ആണ്. രണ്ടാമത്തെ എണ്ണൽ സംഖ്യ 11 അധികം 1 അല്ലേ? 12. മൂന്നാമത്തെ എണ്ണൽ സംഖ്യ 11 അധികം 2 എത്രയാണത്? 13 ആയിരിക്കും. ശരിയല്ലേ? ശരിയല്ലേ? അതായത് എണ്ണൽ സംഖ്യകൾ ഫസ്റ്റ് സംഖ്യ x എന്ന് എടുത്താൽ രണ്ടാമത്തെ എന്തായിരിക്കും? അതിനേക്കാൾ 1 കൂടുതലായിരിക്കും, x plus 1. മൂന്നാമത്തത് ഒന്നാമത്തേനേക്കാൾ 2 കൂടുതലായിരിക്കും, അല്ലേ? ശരിയല്ലേ? ഇവിടെ നോക്കുക, 11നേക്കാൾ 2 കൂടുതലല്ലേ 13. അപ്പൊ x plus 2 എന്ന് എടുക്കുന്നു. then തുക സമം എത്രയാണ്? 36. sum is equal to 36. അതായത് x plus 1 plus x plus 2 is equal to 36. therefore എങ്ങനെ എഴുതാം നമുക്ക് ഇതിനെ? 3x plus 3 is equal to 36 എന്ന് എഴുതാം. then 3x വാല്യൂ എത്രയായിരിക്കും? 36 മൈനസ് 3 ആയിരിക്കും. then അത് എത്രയാണ്? 33. 33 ആണ്. then x വാല്യൂ എത്രയായിരിക്കും? x വാല്യൂ 33 ഡിവൈഡഡ് ബൈ 3. കാരണം ഇവിടെ x നോടൊപ്പം 3 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇൻവേഴ്സ് മെത്തേഡ് അനുസരിച്ച്, വിപരീത ക്രിയ അനുസരിച്ച് ഫലം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ ഡിവൈഡ് ചെയ്യുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുകയോ ഗുണിക്കുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. എന്തനുസരിച്ച്? അവിടെ ചെയ്തിരിക്കുന്ന ക്രിയ അനുസരിച്ച്, അല്ലേ? ഇവിടെ ചെയ്തിരിക്കുന്നത് ഗുണനമാണ്. അതുകൊണ്ട് അതിന്റെ ഇൻവേഴ്സ്, അതിന്റെ വിപരീത ക്രിയ എത്രയാണ്? ഹരണമാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 33 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ഇത് ഞാൻ പറഞ്ഞു. ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു? 2 രീതി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന് ശേഷം 2 രീതി ഉണ്ടെന്ന് പറയില്ലേ? അപ്പോൾ ഇതിന് ശേഷം രണ്ടാമത്തെ രീതി നമുക്ക് എങ്ങനെ എഴുതാം? ഓർ നമ്മുടെ ഇക്വേഷൻ 3x
പ്ലസ് 3 സമം 36 ആണ്. 3x പ്ലസ് 3 ഈ രണ്ട് ടേമുകളും നോക്കുക. ഇതിൽ പൊതുവായിട്ട് ഏത് സംഖ്യയുണ്ട്? 3 ഉണ്ടല്ലേ. അതായത് ഈ ഇക്വേഷനിലെ എന്ത് ചെയ്യണം? LHS നിന്നും RHS നിന്നും എന്ത് ചെയ്യുക? 3നെ കോമൺ ആയിട്ട് എടുക്കുക. അതായത് 3 പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാകും? ഇവിടെ ഇവിടെ x ഉണ്ടാകും. ഇവിടെ 3 പോയാൽ ഇവിടെ 1 ബാക്കി കാണും. x plus 1 that is equal to then 36 നിന്ന് 3 എടുത്താലോ? 36 നിന്ന് 3 എടുത്താൽ എത്ര ഉണ്ടാവും? 12 ഉണ്ടാവും. 3 into 12 ആയിരിക്കും. ശരിയല്ലേ? ഈ മൂന്നും ക്യാൻസൽ ചെയ്ത് കളയാം. അതായത് ഒരു സമവാക്യത്തിൽ അതിന്റെ ഇടതുവശത്തും വലതുവശത്തും ഒരേ ക്വാണ്ടിറ്റി, ഇവിടെ ഒരേ നമ്പർ ആണ്. ഒരേ നമ്പർ ഒരേ ചിഹ്നത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം, വിട്ടുകളയാം. അതായത് ഇവിടെ 3 പ്ലസ് 3 ആണല്ലോ, ഇവിടെയും പ്ലസ് 3 ആണല്ലോ. സമത്തിന് ഇരുവശവുമായതുകൊണ്ട്, ഈക്വൽ സൈൻ ഇരുവശവുമായതുകൊണ്ട് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് കളയുക. ബാക്കി ഇവിടെ എത്രയുണ്ടേ? x plus 1 is equal to 12 മാത്രമേ ബാക്കിയുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ എത്രയായിരിക്കും? 12 മൈനസ് 1 സമം 11 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x 11 എന്ന് കിട്ടി. 11, 12, 13. ഓക്കെ. ഇനി ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. അതായത് നമ്മൾ 3 എണ്ണൽ സംഖ്യകളെന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യ സംഖ്യ നമ്മൾ x എന്ന് എടുത്തു. ഞാൻ രണ്ടാമത്തെ സംഖ്യ x എന്ന് എടുത്താലോ? രണ്ടാമത്തെ സംഖ്യയെ x എന്ന് എടുത്താൽ മൂന്നാമത്തത് x plus 1 ആയിരിക്കും. ഇതിനേക്കാൾ 1 കൂടുതലായിരിക്കും. ഇതിന് മുമ്പുള്ളതോ ഇതിനേക്കാൾ 1 കുറവായിരിക്കില്ലേ? അത് x minus 1 എന്നായിരിക്കും. അപ്പോൾ അത് എഴുതി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആ ക്രിയ ചെയ്യാം. ഇത് എഴുതി ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് എന്ത് കിട്ടും? 3x സമം 36 എന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. 3x സമം 36 എന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? x കണ്ടുപിടിച്ചാൽ 36 ഭാഗം 3 സമം എത്ര കിട്ടും? 12. നമുക്ക് നടുക്കത്തെ നമ്പർ കിട്ടും അല്ലേ? കാരണം നമ്മൾ നടുക്കത്തെ നമ്പറാണ് x എന്ന് എടുത്തത്, അതുകൊണ്ട് നടുക്കത്തെ നമ്പർ കിട്ടും 12. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 12, ഇതിന് ഒന്ന് മുന്നോട്ട് 13, ഒന്ന് പിറകിലോട്ട് 11. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: the sum of 3 consecutive even numbers is 36. What are the numbers? അതായത് അടുത്തടുത്തുള്ള 3 ഇരട്ട സംഖ്യകളുടെ തുക 36 ആണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം? എന്ത് ചെയ്യുക? ആദ്യത്തെ ഇരട്ട സംഖ്യ x എന്ന് എടുക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ x എന്ന് എടുക്കുക. ഇനി മൂന്നാമത്തെ ഇരട്ട സംഖ്യ x എന്ന് എടുത്താലും തെറ്റൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും എന്തെടുക്കാം? x എന്ന് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ തന്നെ എടുക്കാം, x എന്ന് എടുത്തു. ദെൻ രണ്ടാമത്തത് ഏതായിരിക്കും? x പ്ലസ് എത്രയായിരിക്കും? എന്താണ് ഇരട്ട സംഖ്യകളുടെ പ്രത്യേകത? ഇരട്ട സംഖ്യകളെല്ലാം 2ന്റെ ഗുണിതങ്ങളാണ്. അതായത് 2 വീതം കൂടി പോകുന്ന സംഖ്യകളാണ്. ഇത് മറന്നു പോകരുത്. നേരത്തെ പറഞ്ഞ കാര്യവും ഇപ്പൊ പറഞ്ഞ കാര്യവും മറന്നു പോകരുത്. എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത, എണ്ണൽ സംഖ്യകൾ 1 വീതം കൂടി പോകുന്നതാണ്. അതായത് എണ്ണൽ സംഖ്യകളുടെ അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം 1 ആണ്. അതുപോലെ ഇരട്ട സംഖ്യ 2 വീതം കൂടി പോകുന്നതാണ്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസവും എത്രയാണ്? 2 ആണ്. സോ x പ്ലസ് 2, ദെൻ ഇതിനേക്കാൾ 4 കൂടുതലായിരിക്കും അല്ലേ? അതായത് ഇതിനേക്കാൾ 2 കൂടുതലായിരിക്കും. അപ്പോൾ x നേക്കാൾ 4 കൂടുതലായിരിക്കും. x പ്ലസ് 4. ശരിയല്ലേ? നോക്കിക്കോ, 2, 4, 6 3 ഇരട്ട സംഖ്യകളാണ്. 2നേക്കാൾ 2 കൂടുതലാണ് 4, 4നേക്കാൾ 2 കൂടുതലാണ് 6. അപ്പോൾ 2നേക്കാൾ 4 കൂടുതലാണ് 6 അല്ലേ? ശരിയല്ലേ? അപ്പോൾ x പ്ലസ് 4 എന്ന് എടുക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ എന്ത് ചെയ്യുക? കണക്ക് ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? ആൻസർ 12 എന്നായിരിക്കും കിട്ടുക. 12 എന്നല്ല, നമുക്ക് 10 എന്നായിരിക്കും കിട്ടുക. ഇവിടുത്തെ ആണെങ്കിൽ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. എത്ര കിട്ടൂടെ? 10 എന്ന് കിട്ടും. അപ്പോൾ സംഖ്യകൾ 10, 12, 14 ആയിരിക്കും. 10, 12, 14 കൂട്ടി നോക്കിയാൽ 10 അധികം 12 22, 22 അധികം 14 36. അപ്പോൾ എടുക്കേണ്ട രീതി മനസ്സിലായല്ലോ? ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോളാം. ഇതിന് അടുത്ത ചോദ്യം: Can the sum of 3 consecutive odd numbers be 36? അതായത് അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകളുടെ തുക 36 ആകുമോ എന്നാണ് ചോദ്യം. ആകുമെങ്കിൽ എന്തുകൊണ്ട്? ആകില്ലെങ്കിൽ എന്തുകൊണ്ട്? നോക്കാം.
അപ്പോൾ അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകളുടെ തുക 36 ആകുമോ? ആദ്യത്തെ സംഖ്യ x എന്ന് എടുത്താൽ നമ്മൾ ചെയ്യുന്നത് പോലെ ആദ്യ സംഖ്യ x എന്ന് എടുത്താൽ ഒറ്റ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അതും 2 വീതം കൂടി കൂടിയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ x plus 2 x plus എത്ര 4 ശരിയല്ലേ? x plus 2 x plus 4 നമ്മൾ നേരത്തെ അതേ കണക്കാണ് ചെയ്തു വരുന്നത്. തൊട്ട് മുന്നേ ചെയ്തില്ലേ? x plus 2 x plus 4 നമ്മൾ ഇരട്ട സംഖ്യ ചെയ്തില്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും അല്ലേടെ? അതേപോലെ ഇവിടെയും എടുക്കാൻ പറ്റും. ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് x ന്റെ വാല്യൂ 10 എന്ന് കിട്ടും. 10 ഒരു ഇരട്ട സംഖ്യയാണോ? ഒറ്റ സംഖ്യയാണോ? 10 ഒറ്റ സംഖ്യയാണോ? അല്ല അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ 10, 12, 14 എന്നായിരിക്കും. അതായത് ഈ 3 സംഖ്യകളും എന്തല്ല? ഒറ്റയല്ല, ഇരട്ടയാണ്. അതായത് നമ്മൾ പറഞ്ഞു വരുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാല് ഒറ്റ സംഖ്യകളുടെ തുക ഒരു കാരണവശാലും എന്തായിരിക്കില്ല? ഇവിടെ 36 ആയിരിക്കില്ല. പൊതുവായി പറഞ്ഞാൽ 3 ഒറ്റ സംഖ്യകളുടെ തുക ഒരിക്കലും എന്തായിരിക്കില്ല? ഒരു ഇരട്ട സംഖ്യ ആയിരിക്കില്ല. 3 ഒറ്റ സംഖ്യകളുടെ തുക ഒരിക്കലും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കില്ല. 3 ഒറ്റ സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഏതൊരു എക്സാമ്പിൾ വേണമെങ്കിലും എടുത്ത് നോക്കാം. 3, 5, 7 അടുത്തടുത്തുള്ള 3 ഒറ്റ സംഖ്യകളാണ്. കൂട്ടി നോക്ക്. 5, 3, 8, 8, 7, 15 ശരിയല്ലേ? ഇനി 101, 103, 105 എടുത്താലോ? ഇവിടെ എന്ത് തന്നെയാണ്? 5, 3, 8, 1, 9 അല്ലേ? അതുപോലെ 309 എന്നായിരിക്കും വരിക. എത്രയായിരിക്കും വരിക? 309 എന്നായിരിക്കും വരിക. അതും ഒറ്റ സംഖ്യയാണ്. ദെൻ 17, 19, 21 ഇവിടെയോ? ഇവിടെയും എത്രയായിരിക്കും? 10, 17 അല്ലേ? 7, 2, 3, 4, 5 57 ശരിയല്ലേ? 17, 19, 21 ഇത് 3 അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ്. ഇത് 3 കൂട്ടിയാലും ഉത്തരം എന്താണ്? 57. അതും ഒരൊറ്റ സംഖ്യയാണ്. അതായത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവായി പറയാം. ഇങ്ങനെ പറയാം: 3 ഒറ്റ സംഖ്യകളുടെ തുക യാതൊരു കാരണവശാലും എന്തായിരിക്കില്ല? അടുത്തടുത്തുള്ള 3 ഒറ്റ സംഖ്യകളുടെ തുക യാതൊരു കാരണവശാലും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കില്ല. എന്തായിരിക്കില്ല? ഒരു ഇരട്ട സംഖ്യ ആയിരിക്കില്ല. പകരം അത് എന്തായിരിക്കും? ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി അടുത്ത കണക്കിലേക്ക് പോകുമ്പോൾ the sum of 3 consecutive odd numbers is 33. 3 അടുത്തടുത്ത ഒറ്റ സംഖ്യയുടെ തുക 33 ആണ്. 33 ആണ് എന്ന് അവർ പറയുന്നുണ്ട്. 33 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സംഖ്യയും ഏതാണ്? എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത അതേ രീതിയല്ലേ? x plus 2 x plus 4 എന്ന് ചെയ്യാലോ. നമ്മൾ ഇരട്ട സംഖ്യ ചെയ്ത അതേപോലെ ചെയ്തു വരും. നമുക്ക് എന്ത് കിട്ടും? ഒരു ഒറ്റ സംഖ്യ കിട്ടും. അടുത്ത ചോദ്യം: the sum of 3 consecutive natural numbers is 33. അടുത്തടുത്ത 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എത്രയാണ്? 33 ആണ് സംഖ്യ. അതും ചെയ്യാമല്ലോ. രീതി എന്താണ്? x നാച്ചുറൽ നമ്പർ ആണ്. സോ x plus 1 x plus 2 എന്നിട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ ഇതുപോലത്തെ ചോദ്യം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 3ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടെത്തിയോന്ന് അറിയോ? കണ്ടെത്തിയോ? നോക്കാം. നമ്മൾ അതിൽ പറഞ്ഞത് എന്താണ്? അതിൽ നമ്മൾ റിലേഷൻ ആണ് പറഞ്ഞത്. സംഖ്യയുടെ റിലേഷൻ ഓർമ്മയുണ്ടായിരിക്കും. ഒരു 9 സംഖ്യകളുള്ള ഒരു കലണ്ടറിന്റെ ഭാഗം എടുത്തിട്ട് പറഞ്ഞു നടുക്കത്തെ നമ്പരും അതിന്റെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അല്ലെങ്കിൽ ബന്ധം എന്തെന്നൊക്കെ ചോദിച്ചിരുന്നു. ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുപോലെ കണക്കാണ്. നോക്കിക്കൊള്ളുക. ചോദ്യം ഇങ്ങനെയാണ്: in a calendar a square of 4 numbers is marked. ഇവിടെ എന്താണ്? 4 നമ്പറാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. in a calendar a square of 4 numbers is marked. the sum of the numbers is 80. what are the numbers? എത്രയാണ്? സം എത്രയാണ്? 80 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാമാണ്? അതിന്റെ രണ്ടാമത്തെ പാർട്ട്: a square of 9 numbers is marked in a calendar. the sum of all these numbers is 90. what are the numbers? അതായത് ഒരു കലണ്ടറിലെ 9 ഭാഗങ്ങൾ ചേർത്തെടുത്താൽ അവിടെ ഉണ്ടാകുന്ന അവിടുത്തെ തുക 90 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാമാണ്? ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു കലണ്ടർ നോക്കാം. നമുക്ക് നോക്കുക. ഇതൊരു കലണ്ടർ ആണ്. ഇവിടെ എന്താണ്? ഇപ്പൊ നവംബർ മാസം 2018 കലണ്ടർ ആണ്. ഓക്കെ, 2018 നവംബർ മാസം. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു
4 സംഖ്യകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ക്വയർ പരിഗണിച്ചാൽ, ഏതെങ്കിലും 4 നമ്പർ ഉൾക്കൊള്ളുന്ന ഒരു സ്ക്വയർ പരിഗണിച്ചാൽ, ഞാൻ ഇതാണ് എടുക്കുന്നത്, കാണാമല്ലോ അല്ലേ, ഈ ഒരു സ്ക്വയർ ആണ് എടുക്കുന്നത്. 11, 15, 21, 22. 11, 15, 21, 22. അപ്പോ 11, 15, 21, 22. ഈ സ്ക്വയർ എടുക്കുമ്പോൾ എത്രയാണ്? 14, 15, 21, 22. 14, 15, 21, 22 സ്ക്വയർ ആണല്ലോ. അതിന്റെ ഒരു ഭാഗമാണ് 14, 15, 21, 22. നേരത്തെ പറഞ്ഞ 11 ആണെന്ന് പറഞ്ഞ് 11 അല്ല, 14, 15, 21, 22. ഓക്കെ, ഓക്കെ ആണല്ലോ. 14, 15, 21, 22. കലണ്ടറിന്റെ പ്രത്യേകത എന്താണ്? അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും ഒന്നായിരിക്കും. അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും ഒന്നായിരിക്കും. അതുപോലെ മുകളിലും താഴെയുമുള്ള സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും 7 ആയിരിക്കും. ശരിയല്ലേ? എത്രയായിരിക്കും? 7 ആയിരിക്കും. നോക്കിക്കോ, അതായത് 14, 14, 7, 21. ഇവിടെ 15, 15, 7, 22. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കലണ്ടറിന് പകരം, അതായത് ഈ നമ്പറിന് പകരം എന്തെടുക്കുന്നു? ലെറ്റർ എടുത്താൽ ഫസ്റ്റ് നമ്പർ ഏതാണ്? എക്സ് എന്നിരിക്കട്ടെ. ഫസ്റ്റ് നമ്പർ എന്താണ്? എക്സ് എന്നിരിക്കട്ടെ. അപ്പോ കലണ്ടറിലെ ഒന്നാമത്തെ അക്കം എക്സ്, ഒന്നാമത്തെ സംഖ്യ എക്സ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയായിരിക്കും? ഇവിടെ 14, 15 ആയി, അതായത് 1 കൂടി. അപ്പൊ ഇവിടെയും എന്ത് കൂടണം? 1 കൂടണം, എക്സ് പ്ലസ് 1. ശരിയല്ലേ? ദെൻ ഇവിടെ 14, 21 ആയി, അതായത് 7 കൂടി. അപ്പൊ താഴെയും എന്ത് കൂടണം? 7 കൂടണം, എക്സ് പ്ലസ് 7. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെയോ? അപ്പോ എക്സ് പ്ലസ് 7, ഇതിനേക്കാൾ 1 കൂടുതലല്ലേ? എക്സ് പ്ലസ് 7 പ്ലസ് 1 എക്സ് പ്ലസ് 8 ആയിരിക്കും. അത് സംശയമുണ്ടോ? ഇത് നോക്ക്, 21നേക്കാൾ 1 കൂടണം, 22. ഇവിടെ 21 പകരം നമ്മൾ എക്സ് പ്ലസ് 7 ആണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 7 പ്ലസ് 1 ആയിരിക്കും. ഇതിനേക്കാൾ 1 കൂടുതലായിരിക്കും, അതായത് എക്സ് പ്ലസ് 8 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഇതിനേക്കാൾ 1 കൂടുതൽ മതി, എക്സ് പ്ലസ് 1 പ്ലസ് 7 നോക്കിയാണ്, അപ്പോഴും എക്സ് പ്ലസ് 8 ആയിരിക്കും വരിക. സംഖ്യകൾ ഏതൊക്കെയാണ് ചോദ്യം. ഇവയുടെ സം എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവയുടെ സം പറഞ്ഞിരിക്കുന്നത് 80 എന്നാണ്. ഇവിടെ തുക എത്രയാണ്? 80 ആണ്. അതായത് എക്സ് അധികം എക്സ് പ്ലസ് 1 അധികം എക്സ് പ്ലസ് 7 അധികം എക്സ് പ്ലസ് 8 എത്ര? എത്രയാണ്? 80 ആണ് അല്ലെ? എത്രയാണ്? 80 ആണ്. 80 ആണ്. അതെ, 80 ആണ്. അപ്പോ എന്ത് ചെയ്യാ? എക്സ് എല്ലാം കൂടി ഒരുമിച്ചാക്കിയാൽ എക്സ് പ്ലസ് എക്സ് 4x അല്ലേ? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എത്ര? 1 പ്ലസ് 7 പ്ലസ് 8 80. ശരിയല്ലേ? ആഡ് ചെയ്യുമ്പോൾ എക്സിനെ 4 പ്രാവശ്യം കൂട്ടിയിരിക്കുന്നു. ഒരു സംഖ്യയെ 4 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്യും? 4 കൊണ്ട് ഗുണിക്കും അല്ലേ? അതുപോലെ എക്സിനെ 4 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം എക്സിനെ 4 കൊണ്ട് ഗുണിച്ചാൽ 4 ഗുണം എക്സ് 4x പ്ലസ് 1 പ്ലസ് 7 8 8 പ്ലസ് 8 16 4x പ്ലസ് 16 സമം 80 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്തു, ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു അല്ലേ? എത്രയാണത്? 4x പ്ലസ് 16. നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി. 4x അധികം 16 സമം 80. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 4 പുറത്തെടുക്കാം. വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? അല്ലാതെ ചെയ്താൽ മതി. അപ്പോ 4x സമം എത്രയായിരിക്കും? 80 മൈനസ് 16. 4x സമം 80 മൈനസ് 16 എത്രയാണ്? 64. എത്രയാണ്? 64. 4xന്റെ വാല്യൂ 64 ആണ്. 4xന്റെ വാല്യൂ 64 ആണ്. therefore x is equal to എത്രയാണ്? 64 ഭാഗം 4. therefore x is equal to 64 ഭാഗം 4. that is equal to എത്ര കിട്ടും? 64നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടോടെ? 16 എന്ന് കിട്ടും. എത്ര കിട്ടും? 16. ശരിയല്ലേ? 16 6 × 4 24 4 × 6 64 വരും. ഇപ്പോൾ എക്സിന്റെ വാല്യൂ 16 ആണ്. അതായത് ആദ്യത്തെ നമ്പർ, കലണ്ടറിലെ ഒന്നാമത്തെ നമ്പർ 16. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 17. 16ന് താഴെയുള്ള നമ്പർ 7 കൂട്ടിയാൽ 23. 17ന് താഴെയുള്ള നമ്പർ 7 കൂട്ടിയാൽ 24. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ സംഖ്യ 16, 17, 23, 24. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ.
ദെൻ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ 9 സംഖ്യകളാണല്ലേ, 9 സംഖ്യകളുള്ള ചതുരമാണ്. ഫസ്റ്റ് നമ്പർ എന്ന് നൽകുന്നു എക്സ് എന്നെടുത്താൽ, ഫസ്റ്റ് നമ്പർ എക്സ് എന്നെടുത്താൽ രണ്ടാമത്തെ എത്രയായിരിക്കും? x+1 ആയിരിക്കും, x+2 ആയിരിക്കും. ദെൻ ഇവിടെ എത്രയായിരിക്കും? x+7 ആയിരിക്കും അല്ലേ? ഇവിടെയോ x+8 ആയിരിക്കും, x+9 ആയിരിക്കും. ശരിയല്ലേ? ദെൻ ഇവിടെ x+14 ആയിരിക്കും, ഇതിനോടൊപ്പം 7 കൂടി. ഇവിടെ x+15 ആയിരിക്കും, ഇതിനോടൊപ്പം 1 കൂടി. ഇവിടെയോ x+16 ആയിരിക്കും, ഇതിനോടൊപ്പം 1 കൂടി, അല്ലെങ്കിൽ ഇതിനോടൊപ്പം 7 കൂടി. ആണല്ലോ, ക്ലിയർ ആണല്ലോ. ദെൻ ഇതും എന്ത് ചെയ്യുക? ഇതേപോലെ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 90 എന്നാണ് പറയുന്നത്. എത്രയാണ് സം? സം 90 എന്നാണ് പറയുന്നത്. അപ്പോ 90 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്യാവുന്നതാണ്. അത് ഒരു രീതി. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് x എന്ന് എടുക്കാം. ഇതിനെ x എന്ന് എടുത്താൽ ഇത് x+1 ആയിരിക്കും, ഇത് x-നേക്കാൾ 1 കുറവ് x-1 ആയിരിക്കും. അങ്ങനെ പോകുമ്പോൾ എന്ത് വേണ്ട? ആ രീതി വേണ്ട, നമുക്ക് എന്ത് മതി? ഇത് മതി. ഓക്കെ ആണല്ലോ, നമുക്ക് ഈ രീതി മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്തെ ആക്ടിവിറ്റീസിലേക്കാണ് കിടക്കുന്നത്. നോക്കുക, ഒന്നാമത്തെ ചോദ്യം. 10 added to thrice a number makes 5 times the number. What is the number? അതായത് ഒരു നമ്പറിനോടൊപ്പം, എന്തിനോടൊപ്പം? ഒരു നമ്പറിന്റെ ത്രൈസിനോടൊപ്പം. ത്രൈസ് എന്നാൽ 3 ഇരട്ടി. ഒരു നമ്പറിന്റെ 3 ഇരട്ടിയോടൊപ്പം 10 ആഡ് ചെയ്താൽ, ഒരു നമ്പറിന്റെ 3 ഇരട്ടിയോടൊപ്പം 10 ആഡ് ചെയ്താൽ എന്ത് കിട്ടുന്നു? ആ നമ്പറിന്റെ തന്നെ 5 മടങ്ങ് കിട്ടുന്നു. ആ നമ്പറിന് തന്നെ 5 മടങ്ങ് കിട്ടുന്നു. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോടൊപ്പം 10 കൂട്ടിയാൽ ആ സംഖ്യയുടെ 5 മടങ്ങ് കിട്ടുന്നുവെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പൊ എന്തെടുക്കാം? ലെറ്റ് എക്സ് ബി ദ നമ്പർ. എക്സ് ബി ദി നമ്പർ. സംഖ്യ എക്സ് എന്നിരിക്കട്ടെ, സംഖ്യ എക്സ് എന്നിരിക്കട്ടെ. അപ്പോൾ സംഖ്യയുടെ 3 മടങ്ങ് thrice the number is equal to, സംഖ്യയുടെ 3 മടങ്ങ് thrice the number is equal to 300. 3 into x ആയിരിക്കും അല്ലേ? ഒരു നമ്പറിന്റെ 3 മടങ്ങ് കണ്ടുപിടിക്കാൻ ആ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. 3x ആണല്ലോ. ദെൻ അതിനോടൊപ്പം എത്ര കൂട്ടിയാൽ? 10 കൂട്ടിയാൽ എന്ത് കിട്ടും? ആ നമ്പറിന്റെ 5 മടങ്ങ് കിട്ടും. അപ്പോൾ നമ്പറിന്റെ 5 മടങ്ങ് 5 times of the number is equal to 5x. 5 times of the number is equal to 5x. അതായത് ഇത് രണ്ടും തുല്യമാകണമെങ്കിൽ എങ്ങനെ വേണം? 3x-ഉം 5x-ഉം ഈക്വൽ ആകണമെങ്കിൽ 3x-നോടൊപ്പം 10 കൂട്ടണം. അങ്ങനെയല്ലേ? ഒരു നമ്പറിന്റെ 3 മടങ്ങിനോട് 10 കൂട്ടിയാൽ അതിന്റെ 5 മടങ്ങ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് 3x + 10 സമം എത്ര? 5x. 3x + 10 സമം 5x. നോക്കിക്കേ, ഇവിടെ എന്ത് ചെയ്യാം? 2 രീതി ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യുക? ഈ 3x-നെ എവിടെ കൊണ്ടുപോവുക? ഈ 5x-നോടൊപ്പം ചേർക്കുക. അതായത് ഈ 3x-നെ 5x-ൽ നിന്നും കുറയ്ക്കുക. ഓക്കെ. അല്ലെങ്കിൽ നോക്കിക്കോ, ഈ 5x-ൽ നിന്നും 3x കുറച്ചാൽ, അല്ലെങ്കിൽ 3x-നോടൊപ്പം എത്ര ചേർത്താലാണ് 5x കിട്ടുക? 3x-നോടൊപ്പം എത്ര ചേർത്താലാണ് 5x കിട്ടുക? 2x ചേർത്താലാണ് 5x കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ 2x എത്രയായിരിക്കും? 10 ആയിരിക്കും. അതായത് 3x-നോടൊപ്പം 2x ചേർത്താൽ, 3x-നോടൊപ്പം 2x ചേർത്താൽ എത്ര കിട്ടും? 5x കിട്ടും എന്ന് നമുക്കറിയാം. നമ്മുടെ ചോദ്യപ്രകാരം 3x-നോടൊപ്പം 10 കൂട്ടിയാൽ 5x കിട്ടും. ആണല്ലോ. അതായത് ഈ 2x എന്ന് പറയുന്നത് 10 അല്ലേ? മനസ്സിലായില്ലേ? അതായത് 3x എന്ന് പറയുന്ന നമ്പറിനോടൊപ്പം 2x കൂടെ കൂട്ടിയാൽ 5x കിട്ടും. നമുക്കറിയാം 3x + 2x 5x ആണ്. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ 3x-നോടൊപ്പം 10 കൂട്ടിയാൽ 5x കിട്ടും എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോജിക്കലി ആലോചിക്കുമ്പോൾ ഈ 2x എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 2x 10. അപ്പോൾ x-ന്റെ വാല്യൂ എത്ര? 10/2 = 5. 10/2 = 5. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഇതുവരെ ശീലിച്ചു വന്ന രീതി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതെങ്ങനെ ചെയ്യും?
10 സമം 5x മൈനസ് 3x. ഇവിടെ കൂട്ടിയിരിക്കുന്ന 3x അപ്പുറത്ത് കൊണ്ടുപോയി കുറയ്ക്കും അല്ലേ. ഇത് പ്ലസ് ആണ്, വിപരീത ക്രിയ അനുസരിച്ച് പ്ലസ് മൈനസ് ആകും, പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ ആകും. 10ന്റെ വാല്യൂ 2x എന്ന് കിട്ടും. 10ന്റെ വാല്യൂ 2x എന്ന് കിട്ടും. ദെൻ x ന്റെ വാല്യൂ എത്രയായിരിക്കും? 10/2 5 ആയിരിക്കും. 10/2 5 ആയിരിക്കും. അല്ലേ, ക്ലിയർ അല്ലേ? x ന്റെ വാല്യൂ എത്രയായിരിക്കും? 10/2 സമം 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ അടുത്ത കണക്ക് നോക്കാം. അടുത്ത കണക്ക് എങ്ങനെയാണ് ചോദ്യം? A class has the same number of girls and boys. Only 8 boys were absent on a particular day, and then the number of girls was double the number of boys. What is the number of boys and girls? അതായത് ഒരു ക്ലാസ്സിൽ എത്രയുണ്ട്? ഗേൾസിന്റെയും ബോയ്സിന്റെയും എണ്ണം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. Only 8 boys were absent on a particular day. ഒരു ദിവസം എന്ത് ചെയ്തു? 8 ആൺകുട്ടികൾ മാത്രം ആബ്സെന്റ് ആയപ്പോൾ എന്ത് ചെയ്തു? പെൺകുട്ടികളുടെ എണ്ണം എന്ത് ചെയ്തായി? ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായി. പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? പിന്നെ ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം കണ്ടുപിടിക്കുക. ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം കണ്ടുപിടിക്കുക. അപ്പോ ഗേൾസിന്റെയും ബോയ്സിന്റെയും എണ്ണം x എന്നെടുത്താൽ ലെറ്റ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് ബി x. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എന്ത് ചെയ്തു? 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയപ്പോൾ ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായി. ആരുടെ എണ്ണം? ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഗേൾസ്, അതായത് x is equal to എന്താണ്? 2 into x minus 8. 2 into x minus 8. അതായത് ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഗേൾസിന്റെ എണ്ണത്തിന്റെ പകുതിയാണ്, അല്ലെങ്കിൽ ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ആ ദിവസം. സോ x is equal to എന്ത് എഴുതാം നമുക്ക്? 2x minus 16 എന്ന് എഴുതാം. x is equal to 2x minus 16. x is equal to 2x minus 16. then എന്ത് ചെയ്യാം? ഈ x ൽ നിന്നും 2x കുറച്ചാൽ x minus 2x is equal to minus 16. x minus 2x is equal to minus 16. കാരണം ഇവിടെ മൈനസ് 16 ആണുള്ളത് അല്ലേ, അതുകൊണ്ട് മൈനസ് 16 മാത്രം ബാക്കിയാവും അല്ലേ. ഇൻവേഴ്സ് മെത്തേഡ് ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒരേ നമ്പർ കുറയ്ക്കുന്നു, ശരിയല്ലേ? ഓൾജിബ്രായിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ വേരിയബിൾ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. x ൽ നിന്നും 2x കുറച്ചാൽ, x ൽ നിന്നും 2x കുറച്ചാൽ എത്രയായിരിക്കും ബാക്കി ഉണ്ടാവുക? മൈനസ് x ആയിരിക്കും അല്ലേ. കാരണം x ൽ നിന്നും 2x കുറച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്, വലിയ നമ്പറിൽ നിന്നും അല്ല ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ, ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അതായത് x ൽ നിന്നും 2x കുറച്ചാൽ ആൻസർ എത്രയായിരിക്കും? മൈനസ് x ആയിരിക്കും. മൈനസ് x is equal to മൈനസ് 16. അങ്ങനെയാണെങ്കിൽ therefore x is equal to എത്രയായിരിക്കും? ഇവിടെ 16 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ എത്രയായിരിക്കും? 16 ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം എന്താണ്? ഒരേപോലെയാണ് അല്ലെ. ഒരു ദിവസം എന്ത് ചെയ്തു? 8 കുട്ടികൾ വരാതിരുന്നപ്പോൾ, അതായത് ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും 16 വീതമാണ്. 8 ബോയ്സ് വരാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തിന് ഇരട്ടിയായി. അതായത് 8 ബോയ്സ് വരാതിരിക്കുക എന്ന് വെച്ചാൽ 16 മൈനസ് 8 സമയം 8 കുട്ടികളെ ക്ലാസ്സിലുള്ളൂ. അപ്പോൾ 8ന്റെ ഇരട്ടിയല്ലേ 16? ബോയ്സിന്റെ ഇരട്ടിയല്ലേ ഗേൾസിന്റെ എണ്ണം? ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? 8 കുട്ടികൾ വരാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? ബോയ്സിന്റെ എണ്ണം ഗേൾസിന്റെ എണ്ണത്തിന്റെ പകുതിയായി, അല്ലെങ്കിൽ ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തിനുള്ളത്? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ ഒരുവിധം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇതും കൂടി ചേർത്ത് എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചിട്ട് അതിന്റെ നോട്ടും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളുടെ അധ്യാപകന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഇതൊന്ന് വൃത്തിയായിട്ട് പഠിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ 2ഉം 3ഉം തവണ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കാണുക. കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആക്ടിവിറ്റീസ് ചെയ്ത് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ
മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ.